എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ റെയിൻകോട്ട് ഇട്ടുണ്ടെന്ന് വിചാരിക്കരുത്, നല്ല മഴയാണ് ഗൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഈ സ്ഥലമൊക്കെ കണ്ടാൽ മനസ്സിലാവും, നല്ല മഴയാണ്, ഒരു രക്ഷയില്ല ഗൈസ്. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കാൻ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഹിന്ദി വന്നിട്ടുണ്ടായിരുന്നു. അതെ, നമ്മൾ BMW 3 സീരീസിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. വേറെ എവിടെ അതേ കാണാൻ ഒരു രക്ഷയില്ല ഗൈസ്. ഫസ്റ്റ് തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ BMW ഒക്കെ, അതായത് പ്രീമിയം കാർസിന്റെ ഒക്കെ വീഡിയോ എടുക്കുന്നത്. ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഗൈസ് ഞാൻ ഇങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ഇതൊക്കെ ആയിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ യൂസർ എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ട് നമ്മൾ ഇതിന്റെ ഓണർ തന്നെ വന്നിട്ടുണ്ട്. നമുക്കപ്പം ഇതിന്റെ ഓണറോടൊക്കെ ചോദിക്കാം. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടെ വെൽക്കം ടു സെൻസ് വ്ലോഗ്. ഹായ് ഹായ് ഹായ്. നീ നനയണ്ട, പിടിച്ചോ, കുറെ പിടിച്ചോ, ഞാൻ കോട്ടിട്ടോ. അപ്പം പേരെന്താ നിന്റെ പേര്? ഗൗതം. ഓക്കെ ഓക്കെ ഗൗതം ബ്രോ. അപ്പം ഇത് ഏതാണ്, വേരിയന്റ് ഏതാണ്? ഇത് 3 സീരീസിന്റെ ലോങ് വീൽ ബേസ് വെർഷൻ ആണ്. ഇത് ഫേസ് ലിഫ്റ്റ് വന്ന മോഡൽ. അതാണ് ഈ പുതിയ ലൈറ്റ് ഒക്കെ, ഹെഡ്ലൈറ്റ് ഒക്കെ അല്ലേ? ഹെഡ്ലൈറ്റിലേക്ക് നമുക്ക് പിന്നെ വരാം. അപ്പം എത്ര നാളായി ഇപ്പൊ എടുത്തിട്ട്? ഇപ്പൊ 2 വർഷം. ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട് ഓടിച്ചിട്ട്? പക്ക വണ്ടി ഒരു രക്ഷയില്ലല്ലേ? അതിനകത്ത് ഒന്നും പറയാനില്ല. BM അല്ലേ അതിനകത്ത്? അത് തന്നെ പേരിൽ തന്നെ ഉണ്ട് BM. അതെ, അതിന്റെ പേര് തന്നെ ഉണ്ടല്ലോ. ഇത് ഡീസൽ വേരിയന്റ്. ഓക്കെ, ഏതാ എഞ്ചിൻ? ഏത് ഇത് ഇൻലൈൻ 4 സിലിണ്ടർ 188 VHP ഉണ്ടാക്കണ. ഓക്കെ, നമുക്കൊന്ന് ഓക്കെ നോക്കിയാലോ. ഇത് പൊന്ന് ഗൈസ്, എന്ത് നീറ്റ് ആൻഡ് നീറ്റ് വണ്ടിയാണെന്ന് നോക്കണേ. ഒരു വണ്ടിപ്രാന്തന്റെ കയ്യിലാണ് ഈ സാധനം കിട്ടിയെന്ന് ആലോചിക്കണം. അച്ഛനും മോനും വണ്ടിപ്പരാണ്. അതെ, ഇവന്റെ അച്ഛനും വണ്ടിപ്രാന്തനാണ്, ഇവനും വണ്ടിപ്രാന്തനാണ്. ഇൻകേസ് ഇവന്റെ അനിയത്തി വരാല്ലേ, ഒരു രക്ഷയില്ല. നല്ല ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ് ഗൈസ്, ഒരു രക്ഷയില്ല. അപ്പൊ എഞ്ചിനെ പറ്റി പറയും. ടോർക്ക നമ്മള് സീറ്റിൽ ഇങ്ങനെ ഇരിക്കും. അത് റിയർ വീലും കൂടെ ആയതാണ് നമ്മൾ ഇങ്ങനെ ഒട്ടിയിരിക്കും സീറ്റിൽ. അത് നമുക്ക് സ്പേസ് ഉണ്ടെങ്കിൽ നമ്മൾ വേറെ ഒന്നും നോക്കണ്ട, വണ്ടി ഉണ്ടോ ഇല്ലെന്ന് മാത്രം നോക്കിയാൽ മതി, ബാക്കി വണ്ടി നോക്കൂ. ഇത് മാക്സിമം എത്ര സ്പീഡോടെ പോയിട്ടുണ്ട്? ഇനി അച്ഛൻ വീഡിയോ കാണാനാണ് ഞാൻ ശരിക്കും ഉള്ളത് പറയുന്നില്ല. അത് വണ്ടിപ്രാന്തന്റെ ഒരു വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം സ്പീഡ് കയറ്റുമെന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും കുഴപ്പമില്ല, അച്ഛൻ അറിയണ്ട അല്ലെ? പോണല്ലേ. ഇന്ത്യയിൽ എങ്ങനെയാ സെറ്റ്, വേറെ ലെവല് സാധനമാണെന്ന് അറിയാം, എന്നാലും എന്തായാലും ചോദിക്കുന്നുള്ളൂ. അപ്പൊ ഇത് നമുക്ക് വേറെ ഇന്ത്യയിലേക്ക് പോകാം. ഓക്കെ ഗായ്സ്, ഞാനിപ്പം BMW അകത്തായിരിക്കണത്. എന്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഗായ്സ് ഞാൻ BMW ഒക്കെ ഒരു കാറിന്റെ വീഡിയോ ഒക്കെ എടുക്കുന്നു ഒന്നും. നമുക്ക് നേരെ ഇനി വീഡിയോയിലേക്ക് പോകാം കേട്ടോ. ഓ മാൻ, ടാറ്റായി ഗൈസ് വണ്ടി. ഗൈസ്, ഇതാണ് BMW കീ കേട്ടോ. ഇതിനകത്ത് വല്ല ഫീച്ചേഴ്സ് ഉണ്ടോ? ഇതിനകത്ത് ബേസിക്കലി നമ്മള് റൂട്ട് തന്നെ ഓപ്പൺ ക്ലോസ്. പക്ഷെ ഈ കീ ആണ്, നമുക്ക് കീ കൊണ്ട് അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ തന്നെത്താനെ അൺലോക്ക് ആവും, പോവാൻ നേരത്ത് തന്നെ ലോക്ക് ആവും. ഇതിന് നീ കുറച്ചും പറയുന്നുണ്ടായിരുന്നല്ലേ ഇതിന്റെ ആപ്പ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? എന്തായിരുന്നു ഇതിന്റെ ആപ്പ്? അതിന്റെ ആപ്പ് എന്ന് വെച്ചാൽ ഇതാണ്. അത് നമുക്ക് വണ്ടിയുടെ ലൊക്കേഷൻ, ഫ്യൂവൽ ലെവല്, ടയർ പ്രഷർ, വണ്ടി നമുക്ക് വേണം നേരത്തെ അൺലോക്ക് ഓപ്പൺ ചെയ്ത് വെക്കാം. ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. നമ്മളിപ്പോ എന്തെങ്കിലും ട്രിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ വണ്ടി കൂൾ ചെയ്ത് വെക്കാം. ഹോണിന്റെ എന്താ? അത് നമുക്ക് ഹോൺ അടിക്കാൻ. നമ്മളിപ്പോ ഒരു ഫോറം മാളിലോ വല്ലോ ഒക്കെ പോവുകയാണെങ്കിൽ നമുക്ക് വണ്ടി എവിടെയാണെന്ന് അറിയത്തില്ലെങ്കിൽ നമ്മൾ. ഓ, അങ്ങനെ സംഭവം ഉണ്ടല്ലേ? പിന്നെ ഇവിടെ മാപ്പും ഉണ്ട്, വണ്ടി എവിടെ നിൽക്കുന്നത് അറിയാനായിട്ട്. ഓക്കെ 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 ഓക്കെ. അതിനകത്ത് വിളക്കുപാടം പാലം കാണിച്ചിട്ടുണ്ടല്ലേ? ഇവിടെ സത്യം പറഞ്ഞാലേ ഗൈസ്, നിങ്ങൾ ഈ ഫ്രണ്ടിൽ കാണുന്ന പാലം ഇവിടെ ഓപ്പൺ ആയിട്ടില്ല. ഞാൻ ജസ്റ്റ് നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ മാപ്പിലും ഇത് ഓപ്പൺ ആയിട്ടില്ല. പക്ഷെ ഞാൻ ഇവന്റെ ഇതിനകത്ത് കറക്റ്റ് വിളക്കുമരം എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്ന ഫുൾ അങ്ങോട്ട് അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ മാപ്പിലൊന്നും ആ സാധനം ഇല്ല. അടിപൊളി ഒരു ഫീച്ചേഴ്സ്, ഇങ്ങനെ ആപ്ലിക്കേഷൻ ഉള്ള ഒരു അടിപൊളി ഒരു സാധനമാണ്. പിന്നെ എന്താണ് ആപ്ലിക്കേഷനിൽ എന്തൊക്കെ പ്രത്യേകത വേറെ ഉള്ളത്? പിന്നെ നമ്മള് ഫ്യൂവൽ ലെവൽ അറിയാം, നമ്മള് വണ്ടി ഇപ്പൊ ലാസ്റ്റ് എവിടെയാ നിന്നത് അതെല്ലാം അറിയാം. നമ്മള് അൺലോക്കും ലോക്കും ലൈറ്റ് അടിക്കാനും ഹോൺ അടിക്കാനും വെന്റിലേഷൻ എല്ലാം നമുക്ക് ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെക്കുകയും ചെയ്യാം. പിന്നെ സെറ്റപ്പ് ഡിജിറ്റൽ കീ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഫോൺ മതി, കീ വേണമെന്നില്ല. പക്ഷെ അത് ഒരു ഫോണിലേ പറ്റത്തുള്ളൂ. അത് എന്റെ അച്ഛന്റെ ഫോണിൽ കിടക്കാം. പിന്നെ ഉള്ളത് വെഹിക്കിൾ ഫൈൻഡർ. ഇപ്പൊ എന്റെ അച്ഛന് വേണമെങ്കിൽ ഞാനിപ്പോ എവിടെയാണ് നിൽക്കണേന്ന് നല്ല രീതിയിൽ കാണാൻ പറ്റും. പിന്നീട് ഇത് നമ്മൾ ആക്ടിവേറ്റ്, നമുക്ക് ഇപ്പൊ ഫോണിൽ തന്നെ മൈലേജോ അതൊക്കെ കാണണമെങ്കിൽ അത് അങ്ങനെ ചെയ്യാം. പിന്നെ ഇത് വെഹിക്കിളിന്റെ ഇൻഫർമേഷൻ എന്തൊക്കെയാണ് എന്നുള്ളത്. പിന്നെ വെഹിക്കിൾ കോൺഫിഗറേഷൻ, ഇത് നമ്മൾ എന്തൊക്കെ സെറ്റപ്പ് എന്തൊക്കെ ചെയ്യാം. ഇപ്പൊ ഞാൻ സെക്കൻഡ് യൂസർ, അച്ഛൻ പ്രൈമറി യൂസർ, ഞാൻ സെക്കൻഡ് യൂസർ. പിന്നെ അതങ്ങനെ തന്നെ. പിന്നെ നമുക്ക് ഡീലർ എവിടെ, ഇപ്പൊ നമ്മള് ഇപ്പൊ തമിഴ്നാട്ടിലോ കർണാടകയിലോ വല്ലതും പോയി അപ്പൊ നമുക്ക് അവിടുത്തെ ഡീലർ കാണണമെങ്കിൽ നമ്മൾ ഈ ആപ്പിൽ തന്നെ വെക്കാൻ മതി. എന്തെങ്കിലും സർവീസോ ചെയ്യണമെങ്കിൽ അപ്പൊ അവരുടെ ഓതറൈസ്ഡ് BMW ഷോറൂമിലോട്ടുള്ള വഴി കാണിക്കും. പിന്നെ ഇത് ആക്സിഡന്റ് എന്തെങ്കിലും അസിസ്റ്റൻസ് വേണമെങ്കിൽ ചെയ്യാന്നുള്ളത്. പിന്നെ അത് ഇവിടെ
ഒരു ബട്ടണും കൂടെ ഉണ്ട്. ഇത് എന്തെങ്കിലും എമർജൻസി വന്നിട്ടുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് തുറക്കാൻ അറിയത്തില്ല, തുറന്നിട്ട് നെക്കിയാൽ മതി. എമർജൻസി കോണ്ടാക്ട്സിനെ വിളിക്കുകയും ചെയ്യും, നമ്മുടെ പോലീസുകാരെ അവരൊക്കെ വിളിക്കുകയും ചെയ്യും. അങ്ങനത്തെ ഭയങ്കര ഫീച്ചറിങ് കാർ എന്ന് വേണമെങ്കിൽ പറയാല്ലേ. പിന്നെ ഈ ഡാഷ് ക്യാം ഇത് BMW തന്നെ ക്യാമായത്. ഇത് ഇപ്പൊ ശരിക്കും അച്ഛന്റെ ഫോണിലോട്ടാ പോണത്. ഇപ്പൊ നമ്മള് റെക്കോർഡ് ചെയ്യണ എല്ലാം അച്ഛന്റെ ഫോണിലുണ്ട്. റെക്കോർഡ് ചെയ്ത് ഇത് ഉൾപ്പെടെ വോയിസ് ഉൾപ്പെടെ അല്ലേ? വോയിസ് ഉൾപ്പെടെ ഒരു 60 ദിവസം 30 ദിവസം. പിന്നെ ഈ ഡാഷ് ക്യാമിന്റെ വേറെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇപ്പൊ അവിടെ ഫ്രണ്ടിലൊരു ഗട്ടറോ എന്തെങ്കിലും ഉണ്ട്. അപ്പൊ ഇത് ക്യാമറ നോക്കാന്ന് വെച്ചാൽ പെട്ടെന്ന് ഡീഅക്സിലറേറ്റ് ആയി വണ്ടി ഭയങ്കരമായിട്ട് ഷെയ്ക്ക് ആയി. അപ്പൊ അതെന്ത് ചെയ്യുന്ന വെച്ചാൽ ആ പോയിന്റ് 30 സെക്കൻഡ് മുമ്പുള്ള വീഡിയോ തൊട്ട് ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് ഒരു ഫോൾഡറിലാക്കി ഇടും. സോ ഇൻ കേസ് വണ്ടി ഡാഷ് ക്യാമിന് അറിയത്തില്ലല്ലോ എന്താ പറ്റിയെന്ന്. അപ്പൊ അത് ജസ്റ്റ് സേഫ്റ്റിക്ക് വേണ്ടി വെച്ചേക്കും. ഇത് BMന്റെ ഷോറൂമിൽ തന്നെ അവരിപ്പൊ എല്ലാ വണ്ടി ഇറക്കാൻ നേരത്ത് ഇത് മാൻഡേറ്ററി ആയിപ്പോ. ഓക്കെ, ഇതിന്റെ നമുക്കിനി ഇതിന്റെ സൺറൂഫ് നോക്കാം കേട്ടോ. പൊന്നോ, വലിയൊരു സൺറൂഫാണ് കേട്ടോ. നമുക്ക് പുറകെ വരെ പോകും. ഗ്ലാസ് തുറക്കാം ഗൈസ്, മഴ ആയതുകൊണ്ടാണ് ഗ്ലാസ് തുറക്കാതിരിക്കുന്നത് കേട്ടോ. എടാ ഇതിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞു അടുത്തത്. ഇത് നമ്മുടെ പാനറാമിക് സൺറൂഫ് എന്നാണ് ഇതിന് പറയണത്. ഇത് ജസ്റ്റ് ഇതിന് തുറന്ന മഴ പെയ്യും ഗൈസ്. തുറന്ന് അടിപൊളി. പിന്നീട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്ലൗ ബോക്സ് അങ്ങനെയൊക്കെ പറയുന്ന കൂട്ട് തന്നെ ഒരു സാധനം. നമ്മുടെ ഇത് വയർലെസ് ചാർജർ ഉണ്ട്, ഫോണും വയ്ക്കുക, കപ്പ് ഹോൾഡർ, എല്ലാ വണ്ടിയിലും തന്നെ സാധനം. ഇത് വോൾട്ട് ബാറ്ററി ചാർജർ. എടാ ഈ കൺസോൾസ് ഒക്കെ ഏതൊക്കെയാണ്? സോ ഇതാണ് ഇതിന്റെ വണ്ടിയുടെ എല്ലാ കൺട്രോളും ഇവിടെ വന്നത്. ഇത് നമ്മുടെ ഈ പാർട്ട് iDrive എന്ന് BMW iDrive സിസ്റ്റം എന്ന് പറയണം. ഇതപ്പോ നമുക്ക് ഇത് കണ്ടില്ലേ എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇവിടെ തന്നെ നെക്കി നമ്മൾക്ക് കാരണം ഇപ്പൊ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്ന നേരത്തെ നമ്മുടെ നാച്ചുറൽ കൈ ഇങ്ങനെ പ്ലേസ് ചെയ്യണം ഇവിടെയാണല്ലോ. അപ്പൊ ആ ഒരു ഇതില് ഒരു സേഫ്റ്റിക്കും ആ ഒരു ഈസിനെസിനും വേണ്ടിയിട്ടാണ് ഈ iDrive. ഇപ്പൊ എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. മീഡിയ എന്ന് വെച്ചാൽ നേരെ പാട്ടിലേക്ക് പോകും. ഹോം ബട്ടൺ, പിന്നെ മാപ്പ് എടുത്ത മാപ്പിലോട്ട്, ടെലിഫോൺ നമ്മളിപ്പോ കണക്ട് ചെയ്ത് വെക്കണം. ഇപ്പൊ എന്റെ ഫോണിൽ കണക്ട് ചെയ്ത് വെച്ചോണ്ടാണ് ഇപ്പൊ അങ്ങനെ. ബാക്ക് ഓപ്ഷൻ, ബാക്ക് പോകാനായിട്ട്. അപ്പൊ അതാണ് iDrive സിസ്റ്റം. ഇത് പിന്നെ ഇത് വണ്ടിയുടെ ഇത് ഇപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ആക്കാനായിട്ട്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാർക്കിംഗ് സെൻസേഴ്സും അതൊക്കെ ഓൺ ആക്കാനായിട്ടാണ്. പിന്നീട് ഇത് ഓട്ടോ സ്റ്റോപ്പ് സിസ്റ്റം. ഇത് വണ്ടി സ്ലോ ഓഫ് ആയി പോകുന്നത്, അത് ഓഫ് ചെയ്ത് ഓൺ. ഇപ്പൊ എല്ലാ കാഴ്ചയും വരുന്നുണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ ഫോക്സിനുണ്ട്, മറ്റേ അല്ലാതെ എല്ലാ കാഴ്ചയും ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ മോഡ് ഇവിടെ സ്പോർട്സ് മോഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ ആ ഒരു ഇത് തന്നെ മാറിപ്പോകും. പിന്നെ കംഫർട്ടിലാണ് നമ്മുടെ ഡിഫോൾട്ട് ആയിട്ട് നമ്മൾ വണ്ടി ഓണാക്കാൻ നേരത്തെ എപ്പോഴും കംഫർട്ടിൽ കിടക്കണം. അല്ല ഈ ഫാമിലി ആയിട്ട് പോകാൻ നേരത്തെ ഏത് മോഡലാണ് അച്ഛനായാലും ഏതോ മോഡലാണ് കംഫർട്ടിൽ എടുത്തു. സ്പോർട്സിൽ അങ്ങനെ റെയർലി എടുത്തുള്ളൂ. പിന്നീട് എക്കോ പ്രോ എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് എന്തെങ്കിലും നമ്മൾ ജസ്റ്റ് ഒരു എൻജോയ്മെന്റ് ആണെങ്കിൽ എക്കോ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല മൈലേജ് കിട്ടും. ഇത് നമുക്കിപ്പോ ആ മോഡിൽ ഇട്ടിട്ട് എത്ര മൈലേജ് ആയെന്ന് ഇവിടെ കാണിക്കും. ജസ്റ്റ് ആ മോഡിൽ ഇട്ടതിന്റെ കൊണ്ട് മാത്രം. ഇപ്പൊ നമ്മള് ഇപ്പൊ എത്ര മൈലേജ്? 12. 12. 12 ഇപ്പൊ 12 ലോങ് പോവാൻ നേരത്തെ ഒരു 10 to 8 സിറ്റിയിൽ കിട്ടും അല്ലേ? പിന്നീട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് ഓട്ടോ ഹെഡ്ലൈറ്റ്. ഇത് ഒരു 6-6:30 ആ നേരത്ത് ഇരുട്ടണനുസരിച്ച് തന്നെത്താനെ ഹെഡ്ലൈറ്റ് ഇടും. പിന്നെ ഇത് ഹാൻഡ് ബ്രേക്കാ. ഇത് പക്ഷേ ഇതാണ് ഹാൻഡ് ബ്രേക്ക്. ഇതിപ്പോ എൻഗേജ് ആയിട്ടുണ്ട്. ഇത് താഴത്തോട്ടാക്കാൻ നേരത്ത് ഓഫ് ആവും. എന്റെ പൊന്നോ, നമ്മുടെ സാധാരണ കഴിഞ്ഞ വീഡിയോയിലെ ഹാൻഡ് ബ്രേക്ക് കണ്ടിട്ടുണ്ടല്ലോ അല്ലേ നമ്മുടെ ടൈസറുടെ. പക്ഷെ ഇത് പ്രത്യേകിച്ച് നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മള് ജസ്റ്റ് ഇപ്പൊ ഒരു സ്ലോപ്പിലാണ് നിർത്തണമെങ്കിൽ വണ്ടി തന്നെത്താനെ ഹാൻഡ് ബ്രേക്ക് ഇട്ടോളൂ. ഇത് ഹിൽ ഡിസെന്റ്, അത് ഇപ്പൊ എല്ലാ വണ്ടിയിലും ഉണ്ട്. ഹിൽ ഡിസെന്റും പ്രത്യേകിച്ച് ഇത് ഞങ്ങള് യൂസ് ചെയ്യാറേ ഇല്ല. ഇത് തന്നെത്താനെ വന്നോളൂ. പിന്നെ പാർക്ക് മോഡ് അങ്ങനെ ഇത് ബ്രേക്ക് പിടിച്ചോ. ഇതിപ്പോ ഡ്രൈവ് വെച്ചിട്ടുണ്ടെങ്കിൽ കാലെടുത്തിട്ടുണ്ടെങ്കിൽ വണ്ടി റോൾ ചെയ്യാൻ. ഇത് ഓട്ടോമാറ്റിക് ആണ്. സോ ഇത് പിന്നെ പൊക്കത്തോട്ട് ന്യൂട്രല്, പിന്നെ പൊക്കത്തോട്ട് റിവേഴ്സ് വരാൻ നേരത്ത് റിവേഴ്സ് ക്യാം ഒക്കെ വരും. പിന്നെ വേറെ ഫീച്ചർ ഉണ്ട് റിവേഴ്സിംഗ് അസിസ്റ്റന്റ്, അത് പിന്നെ കാണിക്കാം. പിന്നീട് നമ്മൾ ഫുള്ള് ഡൗൺ ചെയ്യാനായിട്ട് തന്നെത്താനെ ഡ്രൈവ് ഒക്കെ പോകും. പിന്നെ നമ്മളിപ്പോ വണ്ടി നിർത്തി വീട്ടിലെത്തി അല്ലെങ്കിൽ എവിടെയെങ്കിലും നിർത്തി പാർക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ പി നിൽക്കാൻ മതി. വണ്ടി തന്നെത്താനെ നിൽക്കുകയും ചെയ്യും. ഈ പി നിൽക്കാൻ നേരത്താണ് ഹാൻഡ് ബ്രേക്കും എൻഗേജ് ആണ്. ഓട്ടോമാറ്റിക്കലി എൻഗേജ്ഡ് ആവും. ഓട്ടോമാറ്റിക് പി നിൽക്കാൻ നേരത്തെ എല്ലാം എൻഗേജ്ഡ് ആവും. ഫുള്ള് നിർത്തി കഴിഞ്ഞാൽ ഡോറും അൺലോക്ക് ആവും.
ഇനി ഈ AC വിന്റെ കാര്യങ്ങളും AC യുടെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് ചേഞ്ചും അതൊക്കെ ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. ഇപ്പൊ ഇതെല്ലാം കൂടെ ഇപ്പൊ ഈ ക്ലൈമറ്റ് മെനുവിലെ കിടക്കണം. ഇപ്പൊ നമ്മളെ AC ഓൺ ഓഫ്. ഓക്കെ. പിന്നെ ഇപ്പൊ നമ്മള് ചൂടത്തൊന്ന് വണ്ടി കയറിയത് നമ്മളെ മാക്സ് എക്സിറ്റ് ആണ് ഫുള്ള് നല്ല ഹൈ സ്പീഡിൽ തന്നെ വന്നു. ആ സൗണ്ട് തന്നെ ചേഞ്ച് ആയില്ലേ? നല്ല സ്പീഡിൽ വന്നു. എന്താ ഈ സിങ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് ഇത് എന്റെ ടെമ്പറേച്ചറാണ്, ഇങ്ങോട്ടുള്ള ടെമ്പറേച്ചർ, ഇത് ഡ്രൈവറിനുള്ള ഡ്രൈവർക്കും സെപ്പറേറ്റ്. ഇതിപ്പോ രണ്ട് സിങ്ക് ആക്കാനായിട്ട് ഇപ്പൊ സിങ്ക് ആക്കാൻ നേരത്ത് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. സിങ്ക് ഇടാൻ നേരത്ത് രണ്ട് സെയിം ആവും. ഓക്കെ, മനസ്സിലായി. അപ്പം ഈ സിങ്ക് ആക്കാൻ നേരത്ത് നമുക്ക് നമ്മൾ ആ ഡിഫറൻഷിയേറ്റ് ചെയ്ത സാധനം എല്ലാം സെയിം ആയിട്ട് വരും. ഓക്കെ ഓക്കെ. അപ്പൊ ഇപ്പൊ ചൂട് വന്നോണ്ടാണ് ഇത് കാണിക്കുന്നത്. മനസ്സിലായി എനിക്ക്. അപ്പൊ നമുക്ക് ഈ ഫ്രണ്ടിൽ മാത്രമേ AC വരുന്നുള്ളൂ, ബാക്കിൽ AC വരുന്നുണ്ട്? ബാക്കിൽ ഇവിടെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റും നമുക്ക്. ഇത് ടെമ്പറേച്ചർ ഡൗൺ, ഇത് ചൂടാക്കാനായിട്ടും. ഓക്കെ ഓക്കെ. രണ്ട് വിൻഡോ വരുന്നുണ്ടല്ലേ? 2 വിൻഡോ വരുന്നുണ്ട് ഓട്ടോമാറ്റിക്. അവിടെ മറ്റേ ചാർജർ പോയിന്റും ഉണ്ട് ഗൈസ്. അതെ. പിന്നെ നമ്മുടെ ഇവിടെ കാലിന്റെ അടിയിൽ ഇവിടെ ഫുട്വെല്ലില് എയർ വന്നോട്ട് ഇതിന്റെ അടിയിലും വരും. ഓക്കെ. അതാണ് ഈ മോഡ്. ഓക്കെ. കാറ്റ് നമ്മൾ ഇവിടെ ഫ്രണ്ടിലുള്ള മോഡ് തന്നെ ഇവിടെ. പിന്നെ ഇവിടെ നമുക്ക് ഒരു സ്റ്റോറേജ് പ്ലസ് ആംറെസ്റ്റ് ആയിട്ട് ഉണ്ട് ഇവിടെ. നമുക്കിപ്പോ ഇത് പിന്നെ നമുക്ക് ഇവിടെ ചാർജ് ചെയ്യാം. ഇപ്പൊ നമുക്ക് വേറെ എന്തെങ്കിലും ഫോൺ അല്ലാത്ത വേറെ എന്തെങ്കിലും എയർപോർട്സോ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് ഇതിനകത്ത് തന്നെ ഇട്ടിട്ട് ചാർജ് ചെയ്യാം. ഓക്കെ. ഇനി സൗണ്ട് സിസ്റ്റം, അതായത് ഇതിന്റെ സെറ്റപ്പ് സാധനമാണ് സൗണ്ട് സിസ്റ്റം. ഒരു രക്ഷയില്ല. ഞാൻ വന്നപ്പോ കേട്ടതാണ് ഗൈസ്. അവന്ന് ഇടാൻ പോവാണ് കേട്ടോ. കേട്ടോടാ. ഗൈസ് ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ഒരു രക്ഷയില്ല ഗൈസ്. നമ്മള് തിയേറ്റർ എഫക്ട് എങ്ങനെയാണോ അതേപോലെ ഒരു എഫക്റ്റ് ആണ് തോന്നിയിരിക്കുന്നത് നമുക്ക്. എയർ ബാഗ്സ് ഏതൊക്കെ എത്ര ഉണ്ടോ? ഇത് ടോട്ടൽ 6 എയർ ബാഗ്സ് ഉണ്ട്, ഫ്രണ്ടിലും ഇവിടെയും. പിന്നെ 4 കേർട്ടൺ എയർ ബാഗ്സ് പുറകിലും ഫ്രണ്ടിലായിട്ട് കേർട്ടൺ. ഇവിടെ സൈഡിൽ നിന്ന് ഇമ്പാക്ട് വരാൻ നേരത്ത് ഇതാൻ വേണ്ടി. പിന്നെ ഇതിപ്പോ നേരത്തെ 3 സീരീസിന്റെ ഫേസ് ലിഫ്റ്റാ. അപ്പൊ വന്നപ്പോഴേക്കും പുതിയ LED DRL അത് രാത്രി വരണ കാണാൻ നേരത്ത് തന്നെ ഒരു രസമുള്ളത്. പിന്നീട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടും ബാക്കും ഡിസ്ക് ആണ്. എന്റെ പൊന്നു ഗൈസ്, അലോയ് കാണാൻ നേരത്തെ തന്നെ ലുക്ക് ആണെന്നൊക്കെ പറയാനല്ലേ ഗൈസ്. ഒരു സാധനം കണ്ട അതിനകത്ത് തന്നെ ലോഗോ അടിപൊളി. ഇതിന്റെ ടയർ സൈസ് എത്രയാണ് വരുന്നത്? ഇത് ഫ്രണ്ടില് 18ഉം ബാക്കില് 19ഉം. ബാക്കിലത്തെ വീല് കുറച്ച് വലുതാണ്. ഓക്കെ 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 ഓക്കെ. ആ കാറ് കിടക്കുമ്പോ നമുക്ക് ഒരു ഫീല് വരുന്നുണ്ട്. അപ്പൊ ഗൈസ് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, അതിങ്ങനെ ഞെക്കി കഴിഞ്ഞാൽ സാധനം അടങ്ങിങ്ങനെ വരും കേട്ടോ. ഇത് മാത്രല്ല വേറൊരു ഫീച്ചർ ഉണ്ട്. ഞാനിത് കുറച്ച് നാൾ മുമ്പേ കണ്ടുപിടിച്ചതേ ഇത്ര നാളായി വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട്. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഇരിക്കാൻ നേരത്ത് നമ്മൾ എന്തെങ്കിലും സാധനം കയ്യിലുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് പറഞ്ഞോ. ഇതാണ് ഫീച്ചർ. ഞാൻ ഇൻസ്റ്റയില് റീല് കണ്ട്. അപ്പൊ ഞാനൊന്ന് ചുമ്മാ ഒരു ദിവസം രാത്രി താക്കോലെടുത്ത് ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയത്. ഇവനെ കാർ എടുത്തിട്ട് 1 വർഷമായി. ഈ ഫീച്ചർ കണ്ടുപിടിച്ചിട്ട് 2 മാസമായുള്ളൂ. ആരും പറഞ്ഞില്ല. അത് ഷോറൂമിലൊന്നും പറഞ്ഞില്ല. അവരൊന്നും പറഞ്ഞില്ല. അടിപൊളി ഗൈസ്. ഞാൻ ഇതിന് മാത്രമേ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. വേറെ കാർസിനൊക്കെ ഉണ്ടാവുമല്ലോ ഈ യൂസർ ഐ ഡി ഒക്കെ. കണ്ടോ ഇപ്പം ഗൗതമിന്റെ ആണ്, ഗൗതമിന്റെ യൂസർ ഐ ഡി ഉണ്ട്. അതെ കണ്ടോ, ഇപ്പൊ അച്ഛന്റെ യൂസർ ഐ ഡി ഉണ്ട്. അപ്പം ഈ സീറ്റിംഗ് ഇതൊക്കെ സീറ്റും നമ്മുടെ മിറർ അഡ്ജസ്റ്റ്മെന്റ് എല്ലാം കണ്ട ഓട്ടോമാറ്റിക് മാറും. അപ്പൊ നമ്മള് മാറ്റിയിട്ട് ഇപ്പൊ ഞാൻ അച്ഛന്റെ ഹൈറ്റ് അനുസരിച്ചാണ് ഇത് വെച്ചേക്കണത്. ഇപ്പൊ എന്റെ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചേഞ്ച് ചെയ്തിട്ടുണ്ടോ? ഓട്ടോമാറ്റിക് അവിടെ ചേഞ്ച് ആവും. ചേഞ്ച് ആയിരുന്നു. ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പിന്നീട് തന്നെ നമ്മള് റിവേഴ്സ് നല്ല
ഭയങ്കര ക്ലോസ് ആണെങ്കിൽ തന്നെത്താൻ ഈ മിറർ താഴത്തോട്ടാവും. ഓ ഈ താഴത്തെ എഡ്ജ് താഴത്തെ കാണാം. കാരണം ഇവിടുത്തെ സെൻസർ അത്രയ്ക്ക് ആക്റ്റീവ് ആണെങ്കിൽ തന്നെത്താനെ ടിൽറ്റ് ആവും താഴത്തോട്ട്. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഇതിന്റെ ഓടിച്ചിന്റെ ഓരോ മോഡുകളൊന്ന് നോക്കാം കേട്ടോ. ഇപ്പൊ ഏത് മോഡലാണ് ഇട്ടിരിക്കുന്നത്? ഇപ്പൊ നമ്മള് പാർക്കിങ്ങിലിട്ടേക്കണം. നമ്മള് തിരിച്ച് ഡ്രൈലോട്ട് ആക്കിയിട്ട് താഴത്താ മതി. ഓ സീറ്റ് ബെൽറ്റ് വലിഞ്ഞു ഗൈസ്. നമ്മള് സ്പീഡിലാകാൻ നേരത്ത് നമ്മുടെ ബോഡിക്ക് അനുസരിച്ച് അഡ്ജസ്റ്റ് ആയിക്കോളൂ. ഓക്കെ ഓക്കെ മനസ്സിലായി. ഇതിപ്പോ ഏത് മോഡലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്? കംഫർട്ടില്ല. ഇതാണ് നമ്മുടെ ഡിഫോൾട്ട് മോഡ്. നേരത്തെ വണ്ടി ഓൺ ആണത്. കംഫർട്ട്. ബാക്ക് ഒക്കെ ഉണ്ടോ ക്യാമറ പക്ക. ഇനിയിപ്പോ ഏത് മോഡലാണ് നമ്മൾ ഇടാൻ പോണേ? ഇനി നമുക്ക് ഇത് എക്കോ ഉണ്ട്. എക്കോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്കോ മോഡില് നമുക്ക് ഇൻഡിവിജ്വൽ ഇടാൻ പറ്റും. ഇൻഡിവിജ്വൽ എന്ന് പറയാൻ നേരത്ത് നമുക്കിപ്പോ സ്റ്റിയറിംഗ് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ സ്പോർട്സിനും കംഫർട്ടിനും അനുസരിച്ച് സ്റ്റിയറിംഗിന്റെ ഫീഡ്ബാക്ക് മാറും. സ്പോർട്സ് എന്ന് പറയുന്നത് ഭയങ്കര സ്റ്റിഫ് ആയിരിക്കും. കംഫർട്ട് എന്ന് പറയുന്നത് കുറച്ചും കൂടെ റിലാക്സ് ഇതായിരിക്കും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എക്കോയിൽ വേണമെങ്കിൽ നമുക്ക് നല്ല ടഫ് സ്റ്റിയറിംഗ് വേണമെന്നുണ്ടെങ്കിൽ അത് നേരെ സ്പോർട്സ് ഇട്ടാൽ മതി. സ്റ്റിയറിംഗ് അതിനനുസരിച്ച് മാറിക്കോളും. പിന്നെ ഈ കോസ്റ്റിങ്ങും അതും എല്ലാം അതിനനുസരിച്ച് മാറ്റാൻ പറ്റും. പിന്നീട് ഇത് എക്കോ ഇടണതിന്റെ മെയിൻ ഇതെന്ന് വെച്ചാൽ മൈലേജ് ഇതാണ് നോക്കുന്നത്. എഫിഷ്യന്റ് ഡ്രൈവിംഗ്. അധികം പവർ കിട്ടത്തില്ല. പവർ എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ വണ്ടിയുടെ പവർ കിട്ടും, പക്ഷെ ഇതിന്റെ പവർ കിട്ടത്തില്ല. അതാണ്. പിന്നെ നമ്മുടെ സ്പോർട്സ് മോഡ് ഇട്ട് കഴിഞ്ഞപ്പോൾ ആ ഒരു രക്ഷയില്ല ഗൈസ്. ഓനെ ലെവൽ ആ സ്പോർട്ട് മോഡിലേക്ക് കിട്ടാൻ നേരത്തല്ല ആ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിന്റെ ഒക്കെ ഉണ്ടല്ലോ ആ ഒരു ഇതേ മാറിപ്പോ. രക്ഷയില്ല സെറ്റപ്പ്. പിന്നെ ഇത് മാനുവലിലേക്ക് ആക്കാം അല്ലേ? മാനുവലോട്ടാക്കാം. മാനുവൽ. സെറ്റ് ഒരു രക്ഷയിലാണ്. ഓട്ടോമാറ്റിക് റിവേഴ്സ് അസിസ്റ്റന്റ് ആണ് കേട്ടോ. നോക്കിയ സ്റ്റിയറിംഗ് കണ്ടോ ഗൈസ് തന്നെ. എന്റെ പൊന്നോ. ഇതിപ്പോ എത്ര മീറ്റർ പോകുന്ന പറയുന്നത്? 50 മീറ്ററോ ബാക്കിലേക്ക് പോകും? 50 മീറ്റർ നമ്മൾ എത്രയാണ് എടുത്ത 50 മീറ്റർ പുറകോട്ട് തന്നെ പോകും. ഇപ്പൊ സ്പീഡ് കൂടിയപ്പോ അത് ക്യാൻസൽ ആയി. കൺസോൾസ് ഒക്കെ ഏതൊക്കെയാണ്? ഇത് നമ്മുടെ വിൻഡോസ് ഓപ്പൺ ആൻഡ് ക്ലോസിങ്. ഇത് നമ്മുടെ അതിന്റെ ലോക്കാണ്. ഇത് ഇപ്പൊ ഡ്രൈവർ മാത്രമേ ഓണാക്കാൻ പറ്റൂ. ഇത് നമ്മുടെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ളത്. നമ്മള് ഇതിപ്പോ ലെഫ്റ്റ് മിറർ ഇപ്പൊ അഡ്ജസ്റ്റ് ആണ്. ഇത് നമ്മള് റൈറ്റിലോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ റൈറ്റിൽ മിറർ അഡ്ജസ്റ്റ്. പിന്നെ ഇത് മിറർ ക്ലോസ് ചെയ്യാനായിട്ടുള്ളത്. പിന്നെ നമ്മുടെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള 2 ഓപ്ഷൻ ഇടാൻ പറ്റും. അതിനനുസരിച്ച് നമുക്ക് ഇത് നമ്മുടെ ബെൻസിലൊക്കെ ഉള്ള ഫീച്ചർ തന്നെ. ഇപ്പൊ അത് മറ്റേ നമ്മുടെ XUV സൗണ്ട് അത് വെച്ച് വന്നിട്ടുണ്ട്. ഇത് പിന്നെ അൺലോക്ക് ആൻഡ് ലോക്ക് ബട്ടൺ. ഇപ്പൊ അതെല്ലാം ഇതിലും ഓട്ടോ ആണല്ലോ. പിന്നെ നമ്മൾ ഇവിടെ ഒരു ബൂട്ട് തുറക്കാനായിട്ടുള്ള ഇതും കൂടെ ഉണ്ട്. എങ്ങനെ ബൂട്ട്? ബാക്കില്. ഓക്കെ. അപ്പൊ ഞങ്ങളത് ഇന്നൊരു സൺഡേ ആയിരുന്നു. ആ ഒറ്റ സൺഡേ നമ്മളൊരു 2 കാറിന്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ BMന്റെ വീഡിയോയും നമ്മുടെ പൈസയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ എന്നും പറഞ്ഞ പോലെ തന്നെ എന്നെ വെച്ചേക്കാം. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ബൈ.